പ്രിയപ്പെട്ടവരെ നമസ്കാരം. PK സുധീറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് കേരളഗാമ പോളച്ചിറ രാമേന്ദ്രൻ പഹൽവാനെ കുറിച്ചായിരുന്നു. അതിനു മുന്നേ കൊല്ലത്തിന്റെ പ്രശസ്തി രാജ്യത്തിനകത്തും പുറത്തും വ്യാപിപ്പിച്ച മറ്റൊരു പഹൽവാൻ ഉണ്ടായിരുന്നു, മൈദീൻ കുഞ്ഞ്. ഈ മൈദീൻ കുഞ്ഞിന് ഇലക്ട്രിക് മൈദീൻ കുഞ്ഞെന്ന് പേര് നൽകിയത് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുന്ന വളരെ പ്രഗത്ഭനായ, കൊല്ലത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ കാലത്ത് പഹൽവാന്മാരുടെ നേതാവായിരുന്നു ഇലക്ട്രിക് മൈദീൻ കുഞ്ഞിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ ചവറ പന്മനയിൽ കുറ്റിവട്ടത്തിന് കിഴക്ക് ഇപ്പോഴത്തെ പാമോയിൽ ജംഗ്ഷന് തൊട്ടു വടക്കുള്ള കൊല്ലശ്ശേരി തറവാട്ടിൽ കൂപ്പ് കോൺട്രാക്ടറും മർമ്മ അടിതടി അഭ്യാസിയുമായ ബാലം മുഹമ്മദ് കുഞ്ഞിൻ്റെയും കുറ്റിയിൽ വീട്ടിൽ ബീവിയുടെയും മകനായി 1897 മൈദീൻ കുഞ്ഞ് എന്ന ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ് ജനിക്കുന്നത്. ബാലം മുഹമ്മദിന് 10 മക്കളായിരുന്നു. അതിൽ ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ് ഉൾപ്പെടെ 4 ആൺമക്കളും പിന്നീട് പഹൽവാന്മാരായി മാറി. മൈദീൻ കുഞ്ഞിനെ കൂടാതെ കുടാരി എന്ന ഇബ്രാഹിം കുട്ടി, യൂസുഫ് മൗലവി കരുളായി, ബാവ. ഇതിൽ ബാവ എന്ന് പറയുന്നയാൾ 2ാം ലോക മഹായുദ്ധകാലത്ത് മലേഷ്യയിൽ പോവുകയും അവിടെ വെച്ച് ജപ്പാനീസ് സമുറായി യോദ്ധാവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മലേഷ്യൻ പൗരത്വം സ്വീകരിച്ചു. കുസ്തിക്കാരൻ കൂടിയായ പിതാവിൻ്റെ അടിതടാഭ്യാസവും മറ്റും കണ്ട് വളരെ കുഞ്ഞിലെ തന്നെ മൈദീൻ കുഞ്ഞിന് പഹൽവാനാകണമെന്ന മോഹം മനസ്സിൽ ഉദിച്ചിരുന്നു. കന്നേറ്റിക്കും ചവറ തോടിനും മധ്യയുള്ള കുറ്റിവട്ടം എന്ന സ്ഥലം തിരുവിതാംകൂറിലെ പഹൽവാന്മാരുടെ ഒരു ഗോതയായിരുന്നു. ഗോത കുറ്റിയടിച്ച് വടം പിടിച്ചു കെട്ടി സംരക്ഷിച്ചിരുന്നു. അത് പഹൽവാന്മാരുടെ സംരക്ഷണത്തിനു വേണ്ടിയായിരുന്നു. അക്കാലത്ത് കുറ്റിവട്ടം ഗുസ്തിക്കാരുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. വളരെ ചെറുപ്പം മുതലേ നമ്മുടെ നായകനും അവിടുത്തെ നിത്യസന്ദർശകനായിരുന്നു. ശരീരമാസകലം എണ്ണ തേച്ചു മസിൽ വിരിപ്പിച്ചു നിൽക്കുന്ന പഹൽവാന്മാരെ ആരാധനയോടെ നോക്കി നിൽക്കാറുള്ള മൈദീൻ കുഞ്ഞ് തനിക്കും ഒരു പഹൽവാനാകണമെന്ന് തന്നെ തീരുമാനിച്ചു. ചവറയിലെ പ്രശസ്തനായ മല്ലയുദ്ധാചാര്യൻ തണ്ടളത്ത് ശ്രീ ഗോവിന്ദക്കുറുപ്പിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച മൈദീൻ കുഞ്ഞ് പിന്നീട് കൊല്ലകയിലുള്ള ആയിക്കാടൻ, പുത്തമ്പുര എന്നിങ്ങനെ 2 മുസ്ലിം പ്രമാണിമാർക്കുള്ള ഗുസ്തി അടിതട കളരിയിൽ സ്ഥിരമായി പോവുകയും അവിടുത്തെ അലി ഉസ്താദിന് ശിഷ്യപ്പെട്ട് ഗുസ്തി അഭ്യസിക്കുകയും വെളുത്തുമെലിഞ്ഞ മൈദീൻ കുഞ്ഞ് അതിവേഗം ധീരനായൊരു പഹൽവാനായി മാറുകയും ചെയ്തു. കോടി ജോസഫ് എന്ന മറ്റൊരാശാന്റെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം തുടർന്ന് വല്ലാടം മൈദീൻ കുഞ്ഞിൻ്റെ അരിമ ശിഷ്യനായി മാറി. വളരെ വേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു. ടിക്കറ്റ് എടുത്ത് ഗുസ്തി നടത്തത്തക്ക നിലയിലേക്ക് അദ്ദേഹം വളർന്നു. എതിരാളികളെ മിന്നൽ വേഗത്തിൽ മലർത്തിയടിക്കും. അതായിരുന്നു മൈദീൻ കുഞ്ഞിൻ്റെ സവിശേഷതകളിലൊന്ന്. വെളുത്ത കുഞ്ഞു പഹൽവാൻ, ഗോവിന്ദദാസ് പഹൽവാൻ, പ്രാക്കുളം കോയാൽക്കുട്ടി പഹൽവാൻ തുടങ്ങിയ നിരവധി പേരെ അദ്ദേഹം പരാജയപ്പെടുത്തി. കട്ടച്ചിറ പപ്പുദാസ്, പട്ടൻ ശേഖരൻ തുടങ്ങിയവരുമായി സമനിലയിൽ പിരിഞ്ഞു. കട്ടച്ചിറ പപ്പുദാസുമായുള്ള ഗുസ്തി നടന്നത് തങ്കശ്ശേരിയിൽ വെച്ചായിരുന്നു. ആർക്കും ആരെയും മലർത്തിയടിക്കാൻ സാധിക്കുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു. പരസ്പരം കാണാൻ കഴിയാത്ത സ്ഥിതിയായി. മത്സരം മാറ്റിവെക്കണമെന്നൊരു കൂട്ടരും അത് സാധ്യമല്ല, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പിരിയാവൂ, അതുകൊണ്ട് വിളക്ക് വെച്ചെങ്കിലും ഗുസ്തി നടത്തണമെന്ന് മറ്റൊരു കൂട്ടരും തമ്മിൽ വാദപ്രതിവാദമായി. ഒടുവിൽ പെട്രോൾ മാക്സ് വെച്ച് അതിൻ്റെ വെട്ടത്തിൽ ഗുസ്തി തുടർന്നു. 2 മണിക്കൂറിലധികം 2 പേരും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. 2 പേരുടെയും ആരാധകർ പരസ്പരം ജയിച്ചതായി പറഞ്ഞ് ഒടുവിൽ പിരിഞ്ഞു. കൊല്ലത്ത് വന്ന നിരവധി പഹൽവാന്മാരെ മൈദീൻ കുഞ്ഞ് തറ പറ്റിച്ചു. കേരളത്തിലെ തന്നെ പേരെടുത്ത പഹൽവാന്മാരിൽ ഒരാളായി മാറിയ കൊല്ലശ്ശേരി മൈദീൻ കുഞ്ഞ് പഞ്ചാബ്, മധുര, മലയ, സിംഗപ്പൂർ, സിലോൺ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗുസ്തി പിടിക്കാൻ പോവുകയും അവിടങ്ങളിൽ നിരവധി ശിഷ്യന്മാരെ സമ്പാദിക്കുകയും ചെയ്തു. ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകൾ അദ്ദേഹം സ്വയമത്താക്കി. ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്ര തിരുനാളിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന മല്ലയുദ്ധത്തിൽ വെച്ച് ഞൊടിയിടയിൽ അദ്ദേഹം എതിരാളികളെ പരാജയപ്പെടുത്തി. ഈ രംഗങ്ങൾ അത്ഭുതത്തോടെ കണ്ടുനിന്ന മഹാരാജാവ് അദ്ദേഹത്തിന് നൽകിയ വിശേഷണമാണ് ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ്. മഹാരാജാവ് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് പട്ടും വളയും നൽകുകയും കൊല്ലം നഗരത്തിൽ SMB പാലസിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് 15 സെന്റ് ഭൂമി പാട്ടത്തിന് നൽകുകയും ചെയ്തു. അതിനുശേഷം കുറച്ചുകാലം അവിടെയായിരുന്നു ഗുസ്തി നടന്നിരുന്നത്. പിന്നീട് അത് തൻ്റെ സുഹൃത്തിനെ ചായക്കച്ചവടത്തിനായി വിട്ടു നൽകി. ആ സ്ഥലത്താണ് കൊല്ലത്തെ പ്രശസ്തമായ പഴയ റമീസ് ഹോട്ടൽ നിലനിന്നിരുന്നത്. നല്ലൊരു മല്ലയുദ്ധ യോദ്ധാവാണെങ്കിലും ദയാലുവായ സഹജീവികളോട് സ്നേഹമുള്ള ആളായിരുന്നു മൈദീൻ കുഞ്ഞ്.
ഗുസ്തി പിടിച്ച് നേടുന്ന പാരിതോഷികങ്ങൾ വരുന്ന വഴിയിൽ ആര് കൈനീട്ടിയാലും അദ്ദേഹം അവർക്ക് നൽകുമായിരുന്നു. കേരളത്തിന് പുറമെ പഞ്ചാബ്, മലയ, സിംഗപ്പൂർ, സിലോൺ തുടങ്ങിയ രാജ്യത്തിനകത്തും പുറത്തുമായി 500-ലധികം ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മൈദീൻ കുഞ്ഞ് സമ്മാനങ്ങളുമായി നാട്ടിലെത്തുമ്പോൾ വഴിയരികിൽ കാണുന്ന പരിചയക്കാർക്ക് വീതിച്ച് നൽകും. അദ്ദേഹത്തിൻ്റെ ദാനശീലം അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിനെ കാണാൻ വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് തുക നൽകുകയുണ്ടായി. അപ്പോൾ തന്നെ അടുത്തു നിന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ കിടക്കുന്ന എല്ലാ രോഗികൾക്കും പഴം വാങ്ങി നൽകാൻ അദ്ദേഹം ചുമതലപ്പെടുത്തി. മറ്റ് ഗുസ്തിക്കാരിൽ നിന്നും മൈദീൻ കുഞ്ഞ് ഫയൽവാനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആകാരവടിവുകളായിരുന്നു. കനമില്ലെങ്കിലും ഉരുക്കുപോലുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പഞ്ചാബിൽ നിന്ന് വന്ന ഇമാം ബക്സിനും മറ്റും ഈ ശരീരപ്രകൃതി കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇമാം ബക്സ് മൈദീൻ കുഞ്ഞിൻ്റെ ഗുസ്തിയുടെ രഹസ്യം അറിയുന്നതിനായി കൊല്ലശ്ശേരിയിൽ വീട്ടിൽ വരികയും 2 ദിവസം താമസിക്കുകയും ചെയ്തു. ഗോതകളിൽ വിജയം കൈവരിച്ച മനക്കരുത്തുമായി പിന്നീടൊരിക്കൽ അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും RSP സ്ഥാനാർത്ഥിയുടെ മുന്നിൽ പരാജയപ്പെട്ടു. 1969 ഡിസംബർ 15 പനയന്നാർക്കാവിലുള്ള സഹോദരൻ കുടാരി ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ വെച്ച് ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ട മൈദീൻ കുഞ്ഞിനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1969 ഡിസംബർ 16 തൻ്റെ 72ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വടക്കന്തല ജുമാഅത്ത് മസ്ജിദിൽ അദ്ദേഹത്തെ കബറടക്കി. ഭാര്യമാർ ഫാത്തിമ, ഐഷ. മക്കൾ കമർ, കമാൽ, ഫത്താഹ്, ജമീല. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.